ഇന്ന് ഏപ്രിൽ 3. പ്രതീക്ഷകളുടെ അവസാന മഞ്ഞുതുള്ളിയും എൻ്റെ മനസ്സിൽ നിന്ന് അടർന്നു പോയിരിക്കുന്നു. സത്യത്തിൽ ഇപ്പോൾ എനിക്ക് വേനലവധികളെ ഭയമാണ്. ഓരോ വർഷവും കൃത്യമായി വന്ന് അവ എൻ്റെ അനാഥത്വത്തെ ഓർമ്മപ്പെടുത്തുന്നു. ബിനിയും സിന്ധുവുമെല്ലാം വീട്ടിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ്. എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അച്ഛനും അമ്മയും വരുമെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. എനിക്കറിയാം, അവർ വരില്ല. അമേരിക്കയിൽ അവരുടെ തിരക്കുകൾ ഉപേക്ഷിച്ച് അവർക്ക് പോരാൻ കഴിയില്ല. മറ്റു കുട്ടികൾ കൂടി പോയി കഴിഞ്ഞാൽ ഈ കോൺവെൻറ്റിൻ്റെ ഇരുളടഞ്ഞ ഇടനാഴികളിൽ എന്നെയും കാത്ത് മറ്റൊരു വേനലവധി കൂടി. ഞാൻ കളിച്ചു വളർന്ന എൻ്റെ ആ വീട്, അതിൻ്റെ ഓർമ്മകളുടെ സുഗന്ധമാണ് ഇന്നും എൻ്റെ മനസ്സ് നിറയെ. ആ വീടിൻ്റെ ഉമ്മറത്ത് മുത്തശ്ശി എപ്പോഴും ഇരിപ്പുണ്ടാവും. മുത്തശ്ശിക്ക് എപ്പോഴും രാമായണ വായനയാണ്. രാവിലെ ഞാൻ ഉണരുമ്പോഴേക്കും എനിക്കുള്ള ഭക്ഷണം മേശപ്പുറത്ത് തയ്യാറാക്കി വച്ച് അച്ഛനും അമ്മയും അവരവരുടേതായ തിരക്കുകൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞിരിക്കും. അതറിയാമെങ്കിലും എന്നും ഞാൻ ഉമ്മറം വരെ പോയി നോക്കും. ഒരിക്കലെങ്കിലും അവർ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമെന്ന് ഞാൻ ആശിച്ചു. കയ്യിൽ മിഠായി പൊതികളും ചുണ്ടിൽ സ്നേഹത്തിൻ്റെ വരികളുമായി അവർ വരുന്നതും കാത്ത് ഞാൻ എത്ര രാത്രികളിൽ ആ ഉമ്മറപ്പടികളിൽ ഇരുന്നിട്ടുണ്ട്. വീടിൻ്റെ പുറത്ത് റോഡിലൂടെ പോകുന്ന ഓരോ വണ്ടിയും അവരുടേതായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ പോലും അവർ നേരത്തെ എത്തിയില്ല. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാവും എല്ലായ്പ്പോഴും അവരെത്തിച്ചേരുക. ചിലപ്പോൾ ചില രാത്രികളിൽ അറിയാതെ ഞാൻ ഉണരുമ്പോൾ അവരെൻ്റെ അരികിൽ കിടപ്പുണ്ടാകും. അവരറിയാതെ അവരെയും കെട്ടിപ്പിടിച്ച് ഞാൻ അങ്ങനെ കിടക്കും.
എനിക്ക് വേണ്ടി മാറ്റിവെക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. ഒരു നിമിഷം നിൽക്കാതെ, ഒരിക്കലും തിരിഞ്ഞു നോക്കാതെ അവർ പണത്തിനും പദവികൾക്കും ആഘോഷങ്ങൾക്കും പിന്നാലെ പായുകയായിരുന്നു. അന്ന് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ എൻ്റെ മഞ്ചാടിക്കുരുക്കളായിരുന്നു. തൊടിയിലെ മഞ്ചാടി മരച്ചുവട്ടിൽ നിന്നും പെറുക്കിയെടുത്ത് സൂക്ഷിച്ചതാണ് അവയെല്ലാം. മനസ്സിൽ ഒരുപാട് വിഷമം തോന്നുമ്പോഴൊക്കെ ഞാൻ അവയെ എൻ്റെ കൈക്കുള്ളിൽ വാരിയെടുക്കും. വിരലുകൾക്കിടയിലൂടെ ഊർന്ന് നിലത്ത് വീണ് പൊട്ടിച്ചിരിക്കുമായിരുന്ന അവയെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു. എല്ലായ്പ്പോഴും അവരുടെ ആ ഫോട്ടോ എൻ്റെ ഒപ്പം ഉണ്ടാകുമായിരുന്നു. അവരോടുള്ള എൻ്റെ പിണക്കങ്ങളും പരാതികളും എല്ലാം ഞാൻ അതിനോട് പറയും. പലപ്പോഴും അത് നെഞ്ചോട് ചേർത്താണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. അന്ന് ആ ദിവസം ഞാൻ ഉണർന്നപ്പോൾ അമ്മ എൻ്റെ അരികിലിരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അമ്മ ഒരു ദിവസമെങ്കിലും എന്നോടൊപ്പം ഉണ്ടാവുമല്ലോ. എങ്കിലും എനിക്ക് അപരിചിതരായ മറ്റുള്ളവർ ആ മുറിയിൽ നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ മാത്രമായിരുന്നില്ല, മുത്തശ്ശിയുടെ മുറിക്ക് മുന്നിലും വീടിന് പുറത്തുമെല്ലാം ആരൊക്കെയോ നിന്നിരുന്നു. മുത്തശ്ശിയുടെ രാമായണവും കണ്ണടയും ഉമ്മറത്ത് ഞാൻ കണ്ടു. കുറേ നേരം മുറ്റത്തിരുന്നെങ്കിലും മുത്തശ്ശി പുറത്തേക്കിറങ്ങി വന്നതേയില്ല. അന്ന് പകൽ മുഴുവൻ അവിടെ ആരൊക്കെയോ വന്നു പോയിക്കൊണ്ടിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞ്
രാത്രിയിൽ ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നിരുന്നെങ്കിലും അമ്മ എന്നോടൊന്നും മിണ്ടിയില്ല. അടുത്ത ദിവസം രാവിലെ അമ്മ എന്നെ വിളിച്ചുണർത്തി പുതിയ ഉടുപ്പുകൾ അണിയിച്ചു. കൂടെ കളിക്കാൻ ഒരുപാട് കൂട്ടുകാരുള്ള, കഥകൾ പറഞ്ഞു തരാൻ ഒരുപാട് ചേച്ചിമാരുള്ള മറ്റൊരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുചെന്നാക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ ഒരുപാട് സ്നേഹിച്ച ആ വലിയ വീട്ടിൽ നിന്നും എന്നെപ്പോലെ അച്ഛനും അമ്മയും അവരുടെ വലിയ തിരക്കുകൾക്കിടയിൽ ഉപേക്ഷിച്ച് പോയ ഒരുപാട് കുട്ടികളുള്ള ഈ കോൺവെൻറ്റിൽ എത്തിച്ചേർന്നു. അതിൽ പിന്നെ ഒരിക്കലും ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരുടെ ശബ്ദം കേട്ടിട്ടില്ല. ഒരിക്കൽ മേട്രൻ്റെ പേരിൽ വന്ന എഴുത്തിൽ അമേരിക്കയിലെ വൻ നഗരങ്ങളിൽ ഏതോ ഒരിടത്ത് വച്ച് എനിക്കൊരു കുഞ്ഞനുജനുണ്ടായി എന്ന് എഴുതിയിരുന്നു. പാവം, അവനും ഇപ്പോൾ ഇതുപോലെ ഏതോ ഒരു തടവറയിലായിരിക്കും. എങ്കിലും എന്നെങ്കിലും ഒരിക്കൽ അവൻ എന്നെ തേടി ഇവിടെ വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അന്ന് അവനെയും കൂട്ടി ആ വീട്ടിൽ പോണം. അവനോടൊന്നിച്ചിരുന്ന് ആ മുറ്റത്ത് മണ്ണപ്പം ചുട്ട് കളിക്കണം. സമയം ഒരുപാടായി. രാത്രിയിൽ മുറിയിൽ ലൈറ്റ് കണ്ടാൽ മേട്രൻ വഴക്ക് പറയും. നാളെ മുതൽ എൻ്റെ മനസ്സിനെ വിരസതയുടെ ഇരുളിൽ തളച്ചിടാൻ മറ്റൊരു വേനൽ കൂടി പുറത്ത് കാത്തു നിൽക്കുന്നു. അതിനെയും കാത്ത് ഞാൻ ഇന്ന് ഉറങ്ങാൻ കിടക്കട്ടെ.